ഹലോ എവ്രി വൺ, എല്ലാവർക്കും സ്മാർട്ട് ലേണിങ്ങിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് 10th പ്രിലിംസിൻ്റെ 3rd സ്റ്റേജിൽ മുഴുവൻ GK ചോദ്യങ്ങളുമാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കേണ്ടെന്ന് വിശ്വസിക്കുന്നു. എക്സാം ഇങ്ങ് അടുത്തെത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിച്ച എല്ലാവരുടെയും കഴിഞ്ഞിട്ടുണ്ടാകും. എല്ലാവരും നന്നായിട്ട് റിവൈസ് ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിറയെ മോക്ക് ടെസ്റ്റുകളൊക്കെ പ്രാക്ടീസ് ചെയ്യുക, പഠിച്ചത് തന്നെ വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യുക, കൺഫ്യൂഷൻ ഉള്ളതെല്ലാം ക്ലിയർ ചെയ്യുക. സമയം കളയാതെ തന്നെ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ജീവിത രസങ്ങൾ എന്ന പേരിൽ ആത്മകഥ എഴുതിയ കലാകാരൻ ആര്? ഓപ്ഷൻ എ ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, കേരള സിംഹം എന്ന കൃതിയുടെ കർത്താവ് ആര്? അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ചോദ്യമാണിത്. ഓപ്ഷൻ ബി സർദാർ KM പണിക്കറാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി കേരള സിംഹം എന്ന കൃതിയിൽ ആരെക്കുറിച്ചാണ് പരാമർശിച്ചിരിക്കുന്നത്? പഴശ്ശിരാജയെക്കുറിച്ചിട്ടാണ് പരാമർശിച്ചിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ ചോദ്യം, ചന്ദ്രയാൻ 2 ദൗത്യത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ചെയർമാൻ ആരായിരുന്നു? ഓപ്ഷൻ ബി കെ ശിവനാണ് ശരിയായിട്ടുള്ള ഉത്തരം. ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ സമയത്ത് ആരായിരുന്നു ISROയുടെ ചെയർമാൻ? അത് എസ് സോമനാഥാണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ സമൂഹശാസ്ത്രം എന്ന പഠനശാഖ ആദ്യമായി ആരംഭിച്ചത് ഏത് സർവകലാശാലയിലാണ്? അപ്പോൾ ഓപ്ഷൻ സി ബോംബെ യൂണിവേഴ്സിറ്റിയാണ് ശരിയായിട്ടുള്ള ഉത്തരം. അഞ്ചാമത്തെ ചോദ്യം, വിവരാവകാശ നിയമത്തിനായി പ്രയത്നിച്ച രാജസ്ഥാനിലെ സംഘടന ഏത്? ഓപ്ഷൻ ഡി മസ്ദൂർ കിസാൻ ശക്തി സംഘടനയാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, നീതി ആയോഗിൻ്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആര്? ഓപ്ഷൻ എ അരവിന്ദ് പനഗരെയാണ് നീതി ആയോഗിൻ്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ. 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വരുന്നത്. അപ്പോൾ നീതി ആയോഗിൻ്റെ ചെയർമാൻ ആരാണ്? നരേന്ദ്രമോദി. അതായത് പ്രധാനമന്ത്രിയായിരിക്കും എപ്പോഴും നീതി ആയോഗിൻ്റെ ചെയർമാനായിട്ട് വരിക. ആദ്യ ഉപാധ്യക്ഷൻ നമ്മൾ പറഞ്ഞു അരവിന്ദ് പനഗരിയാണ്. അതുപോലെ ആദ്യത്തെ CEO ആരാണ്? സിന്ധുശ്രീ ഖുള്ളറാണ്. ഇപ്പോഴത്തെ ഉപാധ്യക്ഷനായിട്ട് വരുന്നത് സുമൻ ബെരിയാണ്. അതേപോലെ ഇപ്പോഴത്തെ നിലവിലെ CEO വന്നിട്ട് BVR സുബ്രഹ്മണ്യമാണ്. ഇനി അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ചരക്കു സേവന നികുതി അതായത് GST നിലവിൽ വന്നത് എപ്പോൾ? ഓപ്ഷൻ സി ജൂലൈ 1, 2017 ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ കാണുമ്പോൾ കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്, പക്ഷെ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് വായിക്കണം. കാരണം ജൂൺ ജൂലൈ മാസത്തെ ഷഫിൾ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്, ഇയറും അതുപോലെ ഷഫിൾ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇനി GST ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി ഏതാണ്? 101ാമത്തെ ഭേദഗതിയാണ് അല്ലേ? പക്ഷെ 122ാമത്തെ ഭരണഘടനാ ഭേദഗതി ബില്ലാണ് GSTയുടെ. ഇനി GST കൗൺസിലിൻ്റെ അധ്യക്ഷൻ ആരായിരിക്കും? എപ്പോഴും കേന്ദ്ര ധനകാര്യ മന്ത്രിയായിരിക്കും GST കൗൺസിലിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം, 2019 ജ്ഞാനപീഠം അവാർഡ് നേടിയ മലയാള സാഹിത്യകാരൻ ആര്? ഓപ്ഷൻ സി അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അപ്പോൾ മൊത്തം 6 മലയാളികൾക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ആദ്യം G ശങ്കരക്കുറുപ്പിന് ലഭിച്ചു, പിന്നെ തകഴി, SK പൊറ്റക്കാട്ട്, പിന്നെ MT വാസുദേവൻ നായർ, പിന്നെ ONV കുറുപ്പ്. അവസാനം ലഭിച്ചതാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ടോക്കിയോ ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോ ഇനത്തിൽ സ്വർണം നേടിയ കായിക താരം? ഓപ്ഷൻ ഡി നീരജ് ചോപ്ര. അപ്പോൾ റീസെൻ്റായി കഴിഞ്ഞ LDC എക്സാമിന്, പാലക്കാട് LDC എക്സാമിന് എത്ര നീളം ആ ലെങ്ത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 87.58 മീറ്ററാണ് ആ ലെങ്ത്ത് എന്ന് പറയുന്നത്. ഈ നീരജ് ചോപ്രയുടെ ജന്മസ്ഥലം പാനിപ്പത്ത്, ഹരിയാനയിലെ പാനിപ്പത്താണ് ജന്മസ്ഥലം. ഇനി അടുത്ത ചോദ്യം, സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരാണ്? ഓപ്ഷൻ ബി ഉണർവ്. ഇനി അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കിഴക്കൻ തീരസമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ ബി 3ഉം 4ഉം എന്നാണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ഏതൊക്കെയാണ് നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. അത് തെറ്റാണല്ലേ. കിഴക്കൻ തീരസമതലം എവിടെയാണ്? അറബിക്കടലിൻ്റെ പശ്ചിമഘട്ടത്തിൻ്റെയും ഇടയിലല്ല, പൂർവ്വഘട്ടത്തിൻ്റെയും അതുപോലെ ബംഗാൾ ഉൾക്കടലിൻ്റെയും ഇടയിലാണ്. ഇനി അടുത്ത ഓപ്ഷൻ താരതമ്യേന വീതി കുറവ്. പൊതുവെ താരതമ്യേന വീതി കൂടുതലായിട്ടാണ് കിഴക്കൻ തീരസമതലങ്ങൾ കാണപ്പെടുന്നത്. ഇനി അടുത്ത ഓപ്ഷൻ ഡെൽറ്റകൾ കാണപ്പെടുന്നു. അത് കറക്റ്റായിട്ടുള്ള ഓപ്ഷനാണ്. അതുപോലെ സുന്ദര വനപ്രദേശം അതായത് വെസ്റ്റ് ബംഗാൾ മുതൽ കന്യാകുമാരി വരെ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ഓപ്ഷൻ 3ഉം 4ഉം ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അപ്പോൾ ബി 3, 4 എന്നതാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ. ഇനി അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി? അപ്പോൾ എല്ലാവർക്കും അറിയുന്നതാണ് ഓപ്ഷൻ ബി കാഞ്ചൻജംഗയാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഇനി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കൊടുമുടിയാണ്? ഓപ്ഷൻ എ മൗണ്ട് എവറസ്റ്റ്. ഇനി അടുത്ത ചോദ്യം, ഉപദ്വീപീയ
നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഓപ്ഷൻ ബി ഗോദാവരിയാണ് ശരിയായിട്ടുള്ള ആൻസർ. കോട്ടോണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം ഏത്? ഓപ്ഷൻ സി മുംബൈയാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ചോദ്യം സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ സ്ഥിതി ചെയ്യുന്ന ദേശീയ ജലപാത? ഓപ്ഷൻ സി ദേശീയ ജലപാത 3. അപ്പോൾ നമ്മൾ ഈ നാഷണൽ വാട്ടർ വേസിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ വീഡിയോ കാണുക. ഇനി അടുത്ത ചോദ്യം 16ാമത്തെ ചോദ്യം. താരാപൂർ ആണവോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഓപ്ഷൻ എ മഹാരാഷ്ട്ര. പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണം ഏത്? ഓപ്ഷൻ സി കൽക്കരിയാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. സൗരോർജ്ജം, വേലിയോർജ്ജം, ജൈവവാതകം എന്നിവയൊക്കെ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണങ്ങളാണ്. ഇനി അടുത്ത ചോദ്യം പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല? ഓപ്ഷൻ ബി ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഇനി ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണെങ്കിൽ അത് വിശ്വേശ്വരയ്യ ഇരുമ്പുരുക്ക് ശാലയാണ്. കർണാടകയിലെ ഷിമോഗ ജില്ലയിലെ ഭദ്രാവതിയിലാണ് വിശ്വേശ്വരയ്യ ഇരുമ്പുരുക്ക് ശാല സ്ഥിതി ചെയ്യുന്നത്. ഇനി സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ സ്റ്റീൽ പ്ലാന്റ് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്ത പ്രദേശം? ഓപ്ഷൻ സി ഡിഗ്ബോയാണ്. ദിഗ്ബോയ് എവിടെയാണ്? ആസാമിലാണ് അല്ലേ. ഇനി അടുത്ത ചോദ്യം. ഇന്ത്യയിൽ ധാതുക്കളുടെ കലവറ എന്ന് അറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏത്? ഓപ്ഷൻ ഡി ഉപദ്വീപീയ പീഠഭൂമി. അപ്പോൾ ഏറ്റവും വിസ്തൃതമേറിയ ഭൂവിഭാഗം എന്ന് പറയുന്നതും ഈ ഉപദ്വീപീയ പീഠഭൂമി തന്നെയാണ്. ഏറ്റവും കൂടുതൽ ധാതുക്കളൊക്കെ കണ്ടെടുക്കുന്നത് അവിടെ നിന്നാണ്. ഇനി അടുത്ത ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സമത്വത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ ബി കുറ്റകൃത്യം ചെയ്തവരെ സംബന്ധിച്ചുള്ള സംരക്ഷണം. അപ്പോൾ ഇതെല്ലാം മൗലികാവകാശത്തിൽ പെടുന്നതാണ്. പക്ഷേ എയും സിയും ഡിയുമാണ് സമത്വത്തിനുള്ള അവകാശത്തിൽപ്പെടുന്നത്. ഇനി അടുത്ത ചോദ്യം. ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? അപ്പോൾ ഇത് സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമാണ്. ഓപ്ഷൻ സി 4A ഇനി അടുത്ത ചോദ്യം. ഇന്ത്യയിൽ ദേശീയ പതാകയിൽ സമാധാനത്തെയും സമത്വത്തെയും പ്രതിനിധീകരിക്കുന്ന നിറം ഏത്? ഓപ്ഷൻ ഡി വെള്ളയാണ്. നമ്മുടെ ദേശീയ പതാകയിൽ 4 നിറങ്ങളാണുള്ളത്. കുങ്കുമവർണ്ണമുണ്ട്, വെള്ളയുണ്ട്, പച്ചയുണ്ട്, പിന്നെ നടുവിൽ അശോക ചക്രത്തിൽ നീല നിറം കൂടിയുണ്ട്. അപ്പോൾ വെള്ള നിറം നമ്മൾ പറഞ്ഞു സമാധാനം, അതുപോലെ സമത്വം, പിന്നെ സത്യം, പരിശുദ്ധി എന്നിവയൊക്കെയാണ് വെള്ള നിറം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇനി അടുത്തത് കുങ്കുമ നിറം കൊണ്ട് സൂചിപ്പിക്കുന്നത് എന്തൊക്കെയാണ്? ധൈര്യം, ത്യാഗം മുതലായവയാണ് കുങ്കുമ നിറം സൂചിപ്പിക്കുന്നത്. ഇനി പച്ച നിറം എല്ലാവർക്കും അറിയാം അല്ലേ. സമ്പദ് സമൃദ്ധി, അതുപോലെ ഫലഭൂയിഷ്ഠത മുതലായ കാര്യങ്ങളാണ് പച്ച നിറം പ്രതിനിധീകരിക്കുന്നത്. ഇനി നമുക്കറിയാം ദേശീയ പതാകകളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരെന്താണ്? വെക്സിലോളജി എന്നാണ്. ഇനി നമ്മുടെ ദേശീയ പതാകയുടെ, അതായത് ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പി എന്നറിയപ്പെടുന്നത് പിംഗലി വെങ്കയ്യയാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 1950 ജനുവരി 24 ഭരണഘടനാ നിർമ്മാണ സഭ ജനഗണമനയുടെ ഏത് ഭാഷയിലുള്ള പതിപ്പിനാണ് അംഗീകാരം നൽകിയത്? ഓപ്ഷൻ എ ഹിന്ദി പതിപ്പിനാണ് അംഗീകാരം നൽകിയത്. ഇനി 25ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ ദേശീയ ഗീതം? ഓപ്ഷൻ ബി വന്ദേ മാതരം. വളരെ ബേസിക് ആയിട്ടുള്ളൊരു ഫാക്റ്റ് ആണല്ലേ അത്. നമുക്കറിയാം ജനഗണമന ദേശീയ ഗാനമാണെന്ന് എല്ലാവർക്കും അറിയാം. അതുപോലെ അമർ സോന ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനമാണ്. ഇനി അടുത്ത ചോദ്യം. ദേശീയ മനുഷ്യാവകാശ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷം? 1993. അടുത്ത ചോദ്യം ഡിലീറ്റ് ആയിപ്പോയ ഒരു ക്വസ്റ്റ്യനാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാം. 28ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മതേതരത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഓപ്ഷൻ എ ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമില്ല. ഇനി 29ാമത്തെ ചോദ്യം. തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്ന വർഷം? ഓപ്ഷൻ സി 1955. ഇനി നമുക്ക് 30ാമത്തെ ചോദ്യം നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ? അപ്പോൾ ഇതിൽ കൊടുത്ത ഓപ്ഷൻ ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ആക്ടിംഗ് ചെയർപേഴ്സണായി വിജയഭാരതി സയാനിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ. ആ സമയത്തെ ആൻസർ ഓപ്ഷൻ എ അരുൺകുമാർ മിശ്രയായിരുന്നു. ഇപ്പോൾ അത് മാറിയിട്ടുണ്ട്. അടുത്ത ചോദ്യം 31ാമത്തെ ചോദ്യം. ഭഗത് സിംഗുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. അപ്പോൾ ഓപ്ഷൻ എ 1 മാത്രമാണ് ശരിയായിട്ടുള്ള ഉത്തരം. 1923 സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് ഭഗത് സിംഗ് അല്ല, CR ദാസും മോത്തിലാൽ നെഹ്റുവും കൂടി ചേർന്നിട്ടാണ്. ഇനി അടുത്ത ചോദ്യം. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. 2 മാത്രം.
കോൺഗ്രസ്, മുസ്ലിം ലീഗ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്നിവ ക്വിറ്റ് ഇന്ത്യ പ്രമേയത്തെ പിന്തുണച്ചു എന്നുള്ളത്. ഇനി അടുത്ത ചോദ്യം, മൗലാന അബ്ദുൽ കലാം ആസാദിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി 4 മാത്രമാണ്. നമുക്കറിയാം നയി താലിം എന്ന വിദ്യാഭ്യാസ പദ്ധതി ആരുടേതായിരുന്നു? മഹാത്മാഗാന്ധിയുടേതായിരുന്നു. ഇനി അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. അപ്പോൾ അഭയാർത്ഥി പ്രവാഹം, വർഗീയ ലഹള, സ്വാതന്ത്ര്യത്തിനു ശേഷവും ഇന്ത്യയിൽ ബ്രിട്ടീഷ് അധീന പ്രദേശങ്ങൾ, അതുപോലെ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. അപ്പോൾ ഇതിൽ ഉൾപ്പെടാത്ത വെല്ലുവിളി എന്ന് പറയുന്നത് ഓപ്ഷൻ സി 3 മാത്രം. അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷവും ഇന്ത്യയിൽ ബ്രിട്ടീഷ് അധീന പ്രദേശങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഉൾപ്പെടാത്തത്. ഇന്ത്യയിൽ ഫ്രഞ്ച് അധീന പ്രദേശങ്ങളും അതുപോലെ പോർച്ചുഗീസ് അധീന പ്രദേശങ്ങളും ഉണ്ടായിരുന്നു, പക്ഷേ ബ്രിട്ടീഷ് അധീന പ്രദേശങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇനി അടുത്ത ചോദ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ദേശീയ വിദ്യാഭ്യാസത്തിൻ്റെയും കലയുടെയും വളർച്ചയ്ക്ക് നിരവധി വിദ്യാലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. ഈ പ്രസ്താവനയുമായി യോജിക്കാത്തവ കണ്ടെത്തുക. അപ്പോൾ നമുക്ക് 4 ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി 2 മാത്രം എന്നുള്ളതാണ്. 1916 DK കാർവെ സ്ഥാപിച്ച ആദ്യത്തെ വനിതാ സർവകലാശാല, അതുപോലെ രവീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ച വിശ്വഭാരതി സർവകലാശാല, പിന്നെ മഹാകവി വള്ളത്തോൾ സ്ഥാപിച്ച കേരള കലാമണ്ഡലം എന്നിവയെല്ലാം ഇന്ത്യയുടെ തനതായിട്ടുള്ള കല, അതുപോലെ വിദ്യാഭ്യാസം എന്നിവയൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എന്നാൽ വില്യം ജോൺസ് സ്ഥാപിച്ച ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ എന്ന് പറയുന്നത് അവരുടെ സംസ്കാരം, പാശ്ചാത്യ സംസ്കാരം, അതുപോലെ അവരുടെ കലയൊക്കെ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്ത ചോദ്യം, ശരിയായ ജോഡികൾ കണ്ടെത്തുക. അപ്പോൾ കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി 1ഉം 4ഉമാണ്. അതായത് നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെയുടേതാണ്, അതുപോലെ കേസരി, മറാത്ത എന്നിവ ബാലഗംഗാധര തിലകൻ്റേതാണ്. ഇനി വോയിസ് ഓഫ് ഇന്ത്യ ആരുടെയാണ്? ദാദാഭായ് നവറോജിയുടേതാണ്. പിന്നെ വന്ദേ മാതരം ലാലാ ലജ്പത് റായിയുടേതാണ്. അവർ ആ 2 ഓപ്ഷനും തിരിച്ചിട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനി അടുത്ത ചോദ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ദേശീയ പ്രസ്ഥാനങ്ങൾ ശരിയായി ജോഡി കണ്ടെത്തുക. അപ്പോൾ അതിൻ്റെ ആൻസർ വന്നിട്ട് ഓപ്ഷൻ ഡി 3ഉം 4ഉമാണ്. അതായത് ഗദർ പാർട്ടി സ്ഥാപിച്ചത് ചന്ദ്രശേഖർ ആസാദ് അല്ല, ലാലാ ഹർദയാലാണ്. അതുപോലെ തന്നെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി സ്ഥാപിച്ചത് ജയപ്രകാശ് നാരായണനാണ്. അടുത്തത് കറക്റ്റാണ്. ഫോർവേഡ് ബ്ലോക്ക് സ്ഥാപിച്ചത് സുഭാഷ് ചന്ദ്രബോസും, അതുപോലെ തന്നെ AITUC ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് സ്ഥാപിച്ചത് MN ജോഷിയും അതുപോലെ ലാലാ ലജ്പത് റായും കൂടി ചേർന്നിട്ടാണ്. ഇനി അടുത്ത ചോദ്യം, ദാദാഭായ് നവറോജിയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി 4 മാത്രമാണ്. നമുക്ക് വായിച്ചാൽ അറിയാം, ബാക്കിയെല്ലാം കറക്റ്റാണ്. ചോർച്ച സിദ്ധാന്തം കറക്റ്റാണ്. അതുപോലെ കോൺഗ്രസിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നൽകിയത് ദാദാഭായ് നവറോജിയാണ്. പിന്നെ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നതും ദാദാഭായ് നവറോജി തന്നെയാണ്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് 4മത്തേണ്. INCയുടെ ആദ്യ പ്രസിഡൻറ്റ് ദാദാഭായ് നവറോജി അല്ല, 2ാമത്തെ പ്രസിഡൻ്റായിരുന്നു ദാദാഭായ് നവറോജി. ആദ്യത്തെ പ്രസിഡൻ്റ് ആരാണ്? WC ബാനർജി ആണല്ലേ. 38ൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി 4 മാത്രം. ഇനി അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ വിദ്യാഭ്യാസ കമ്മീഷനുകളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. അപ്പോൾ അതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി 2ഉം 3ഉമാണ്. അതായത് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ അല്ല. ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ ഏതാണ്? സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മീഷനാണ് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ. പിന്നെ ഡോക്ടർ ലക്ഷ്മണസ്വാമി മുദിയാർ കമ്മീഷൻ എന്ന് പറയുന്നത് സെക്കൻഡറി വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ളതും, അതുപോലെ കോത്താരി കമ്മീഷനാണ് 10+2+3 മാതൃക നടപ്പിലാക്കിയത്. ഇനി 4മത്തെ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അഥവാ UGC എന്ന് പറയുന്നത് 1986 ദേശീയ വിദ്യാഭ്യാസ നയം പ്രകാരം വന്നതാണെന്നാണ് പറയുന്നത്. തെറ്റാണ്. UGC വന്ന വർഷം ഏതാണ്? 1953 വന്നത്. അപ്പോൾ UGC വരാൻ കാരണമായ കമ്മീഷനാണ് ഡോക്ടർ S രാധാകൃഷ്ണൻ കമ്മീഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. അപ്പോൾ ഇതിൽ കൊടുത്തതെല്ലാം ശരിയാണെന്നുള്ള ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ സജീവ പ്രവർത്തകയായിരുന്നു അരുണ ആസിഫ് അലി. അതുപോലെ തന്നെ അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തിയ വ്യക്തിയാണ് മാഡം ഭിക്കാജി കാമ. ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലെ റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനി ബോംബെയിൽ ശാരദാസൻ സ്ഥാപിച്ചത് പണ്ഡിത രമാബായിയാണ്. 41മത്തെ ചോദ്യം, താഴെ പറയുന്ന വസ്തുതകളിൽ ശരിയായത് കണ്ടെത്തുക. അപ്പോൾ ഇതിൽ ഓപ്ഷൻ
3 മാത്രമാണ് തെറ്റ്. ബാക്കി 1, 2, 4 ശരിയാണ്. 1553 1653 ജനുവരി 3 കോന്നൻ കുരിശു സത്യം നടന്നത്. അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി 1, 2, 4. ഇനി അടുത്ത ചോദ്യം, കേരളത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. അപ്പോൾ ഓപ്ഷൻ ബി 2 മാത്രം എന്നുള്ളതാണ് ശരിയല്ലാത്ത പ്രസ്താവന. അതായത് ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല തിരുവനന്തപുരം എന്നുള്ളത് തെറ്റാണ്. ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകൾ മലപ്പുറം ജില്ലയിലാണുള്ളത്. ബാക്കി 3 സ്റ്റേറ്റ്മെൻറ്റുകളും കറക്റ്റാണ്. തീരപ്രദേശമില്ലാത്ത ജില്ലകൾ ഇടുക്കി, വയനാട്, കോട്ടയം, പാലക്കാട്, പിന്നെ പത്തനംതിട്ട. അതുപോലെ സപ്തഭാഷാ സംഗമ ഭൂമി എന്നറിയപ്പെടുന്ന ജില്ല കാസർഗോഡ്. പിന്നെ ഏക കൻ്റോൺമെൻറ്റ് വന്നിട്ട് കണ്ണൂരാണ്. ഇനി അടുത്ത ചോദ്യം, കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക. അപ്പോൾ കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി 2, 3. അതായത് വേമ്പനാട് കായലിലെ പുന്നമടയിൽ പ്രശസ്തമായ നെഹ്റു ട്രോഫി വള്ളംകളി നടത്തുന്നു എന്നുള്ളതും ശരിയായ സ്റ്റേറ്റ്മെൻറ്റാണ്. അതുപോലെ നീണ്ടകര അഴിമുഖം അഷ്ടമുടി കായലിനെ അറബിക്കടലുമായി ബന്ധിപ്പിക്കുന്നു എന്നുള്ളതും ശരിയാണ്. തെറ്റായിട്ടുള്ളത് ഏതാണ്? 1ാമത്തെ സ്റ്റേറ്റ്മെൻറ്റാണ്. കൊല്ലം മുതൽ വടക്കോട്ട് 8 ശാഖകളായി സ്ഥിതി ചെയ്യുന്ന കായലാണ് വേമ്പനാട് കായൽ. വേമ്പനാട് കായൽ കൊല്ലം ജില്ലയിലല്ല സ്ഥിതി ചെയ്യുന്നത്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി അടുത്ത ചോദ്യം, കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. അപ്പോൾ കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി 2 മാത്രം എന്നുള്ളതാണ്. അറബിക്കടലിൽ പതിക്കുന്ന ഭാരതപ്പുഴയുടെ പോഷക നദികളാണ് ഇടമലയാർ, മുതിരപ്പുഴ എന്നിവ. അപ്പോൾ ഇടമലയാറും മുതിരപ്പുഴയും പെരിയാറിൻ്റെ പോഷക നദികളാണ്, ഭാരതപ്പുഴയുടെ അല്ല. ഇനി 45ാമത്തെ ചോദ്യം, കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി 2, 3. അതായത് കോഴിക്കോട് ജില്ലയിലെ ഉറുമി ജലവൈദ്യുത പദ്ധതിക്ക് സഹായം നൽകുന്ന രാജ്യം കാനഡ എന്നുള്ളത് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റാണ്. അതുപോലെ തന്നെ മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ശബരിഗിരി എന്നുള്ളതും തെറ്റാണ്. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയാണ്. ഇനി അടുത്ത ചോദ്യം, കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. അപ്പോൾ ഓപ്ഷൻ എ 1, 3 തെറ്റായിട്ടുള്ള പ്രസ്താവന. അതായത് നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്നറിയപ്പെട്ടിരുന്നത് പറമ്പിക്കുളമല്ല, പെരിയാർ വന്യജീവി സങ്കേതമാണ്. ഇനി അടുത്ത തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ട് 3ാമത്തേതാണ്. അതായത് ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്നത് പെരിയാർ വന്യജീവി സങ്കേതത്തിൽ എന്നാണ്. അത് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റാണ്. ഏറ്റവും കൂടുതൽ കാട്ടുപോത്ത് കാണപ്പെടുന്നത് പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലാണ്. ഇനി അടുത്ത ചോദ്യം, കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി 2, 3 ആണ്. അതായത് ഏറ്റവും കൂടുതൽ ജൈവവൈവിധ്യമുള്ള ദേശീയോദ്യാനം സൈലൻറ്റ് വാലി. അതുപോലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാണിച്ചോല. 2ഉം കറക്റ്റാണ്. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയോദ്യാനമാണ് ഇരവികുളം എന്നുള്ളത് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റാണ്. 48ാമത്തെ ചോദ്യം, കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി യോജിക്കാത്ത പ്രസ്താവനകൾ കണ്ടെത്തുക. 1ഉം 4ഉമാണ് യോജിക്കാത്ത പ്രസ്താവന. അതായത് കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം മത്തിയല്ല, കരിമീനാണ്. അതുപോലെ കേരള മത്സ്യബന്ധന സമുദ്ര ഗവേഷണ സർവകലാശാല കുഫോസിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമല്ല, കൊച്ചിയാണ്. ഇനി അടുത്ത ചോദ്യം, ഗോദവർമ്മ രാജയെ സംബന്ധിച്ച, അതായത് ജീവി രാജയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. അപ്പോൾ താഴെ കൊടുത്ത എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ സ്ഥാപക പ്രസിഡന്റ്. അതുപോലെ ഒക്ടോബർ 13 ഇദ്ദേഹത്തിൻ്റെ ജന്മദിനം കേരള സർക്കാർ സംസ്ഥാന കായിക ദിനമായി ആചരിക്കുന്നു. കേരള വിനോദസഞ്ചാരത്തിൻ്റെ പിതാവ്. അതുപോലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ വികസനത്തിന് വേണ്ടി യത്നിച്ചു. ഇതെല്ലാം ശരിയാണ്. ഇനി 50ാമത്തെ ചോദ്യം, ഒളിമ്പിക്സും കേരളവും സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. അപ്പോൾ കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി 2ഉം 3ഉം എന്നുള്ളതാണ്. 1ാമത്തെ ഓപ്ഷൻ തെറ്റാവാനുള്ള കാരണം എന്താണ്? ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത ഷൈനി വിൽസൺ അല്ല, അത് PT ഉഷയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലേ. ഇനി അടുത്ത ചോദ്യം, 51ാമത്തെ ചോദ്യം, മന്നത്ത് പത്മനാഭനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. അപ്പോൾ കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ 1ഉം 2ഉം 3ഉം എന്നുള്ളതാണ്. അതായത് മുതുകുളം പ്രസംഗം, പിന്നെ വിമോചന സമരം, പിന്നെ ഭാരത കേസരി എന്നറിയപ്പെടുന്നതെല്ലാം ഈ മന്നത്ത് പത്മനാഭനാണ്. 1935 കോഴഞ്ചേരി പ്രസംഗം നടത്തിയ നേതാവ് ആരാണ്? അത് സി കേശവനാണല്ലേ. ഇനി അടുത്ത ചോദ്യം, 52ാമത്തെ ചോദ്യം, കുമാരഗുരുവിനെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. അപ്പോൾ കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി 4 മാത്രം എന്നുള്ളതാണ്.
ക്രിസ്തീയ സമുദായത്തിൽ നിലനിന്നുകൊണ്ട് ജാതീയ ഉച്ചനീചത്വങ്ങൾക്കെതിരെ പ്രവർത്തിച്ചു എന്നുള്ളത് തെറ്റായ പ്രസ്താവനയാണ്. അടുത്ത ചോദ്യം VT ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രസ്താവനകൾ കണ്ടെത്തുക. അപ്പോൾ ഇതിൽ എല്ലാ പ്രസ്താവനയും VT ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻ D എല്ലാം ശരിയാണ് എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ചോദ്യം പണ്ഡിറ്റ് KP കറുപ്പൻ സ്ഥാപിച്ച സംഘടനകൾ കണ്ടെത്തുക. അപ്പോൾ അതിൽ ഓപ്ഷൻ B 2, 3, 4 പണ്ഡിറ്റ് KP കറുപ്പൻ സ്ഥാപിച്ച സംഘടനകളായിട്ട് വരുന്നത്. അതായത് അരയ സമുദായം എന്നും പറയും, അരയ സമാജം എന്നും കേട്ടിട്ടുണ്ട്. പിന്നെ ജ്ഞാനോദയം സഭ, കൊച്ചി പുലയ മഹാസഭ, ഇതെല്ലാം പണ്ഡിറ്റ് KP കറുപ്പൻ സ്ഥാപിച്ച സംഘടനകളാണ്. സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. ഇനി അടുത്ത ചോദ്യം ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട വസ്തുതകളുടെ ശരിയായ ജോഡി കണ്ടെത്തുക. നിരവധി സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെട്ട ഒരു ചോദ്യപേപ്പറാണത്. അപ്പോൾ ഒരുപാട് ടൈം എടുക്കുന്ന എക്സാം ഹാളിൽ ഇരുന്നവർക്ക് ഒരുപാട് ടൈം എടുത്ത് ചെയ്യേണ്ട കുറേ ക്വസ്റ്റ്യൻസ് ഇതിലുണ്ട്. എല്ലാം നല്ല ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ആൻസർ നോക്കാം. അരുവിപ്പുറം പ്രതിഷ്ഠ 1888 നമുക്കറിയാം. അതുപോലെ ടാഗോറിൻ്റെ സന്ദർശനം ഏത് വർഷമാണ്? 1922. ഇനി ഗാന്ധിജിയുടെ സന്ദർശനം 1925. അതുപോലെ ഗുരു സമാധിയായ വർഷം എന്ന് പറയുന്നത് 1928. അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ C ആണ്. ഇനി 56-ാമത്തെ ചോദ്യം ചട്ടമ്പി സ്വാമികളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. അപ്പോൾ ഇതിൽ ഓപ്ഷൻ A 1, 3 ശരിയായിട്ടുള്ള ആൻസർ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ചട്ടമ്പി സ്വാമികൾ രചിച്ച നവമഞ്ജരി ശ്രീനാരായണ ഗുരുവിന് സമർപ്പിച്ചു എന്നുള്ളത് തെറ്റാണ്. നവമഞ്ജരി എന്ന കൃതി രചിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. അത് സമർപ്പിച്ചത് ചട്ടമ്പി സ്വാമികൾക്കാണ്. ഇനി അടുത്ത ചോദ്യം അയ്യങ്കാളിയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. അപ്പോൾ ശരിയായ പ്രസ്താവന ഓപ്ഷൻ B 3, 4 ആണ്. അതായത് 1937 അയ്യങ്കാളിയെ സന്ദർശിച്ച ഗാന്ധിജി അദ്ദേഹത്തെ പുലയ രാജാവ് എന്ന് വിശേഷിപ്പിച്ചു. അതുപോലെ സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു. ഇനി മിസ്റ്റേക്കുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ഒന്നാമത്തെയും രണ്ടാമത്തെയും. കല്ലുമാല സമരം നടത്തിയ വർഷം ഏതാണ്? 1915 അല്ലേ. ഇനി അതുപോലെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി വില്ലുവണ്ടി സമരം നടത്തിയ വർഷം 1915 എന്നുള്ളതും തെറ്റാണ്. 1893 വില്ലുവണ്ടി സമരം നടത്തുന്നത്. അപ്പോൾ ഈ 2 വർഷങ്ങളും തിരിച്ച് ഷഫിൾ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇനി അടുത്ത ചോദ്യം തിരുവിതാംകൂറിൽ നടന്ന രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന കണ്ടെത്തുക. അപ്പോൾ അതിന് കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ C 3 മാത്രം. അതായത് നിവർത്തന പ്രക്ഷോഭം നടത്തിയത് ക്രിസ്ത്യൻ മുസ്ലിം ഈഴവ സമുദായം ചേർന്ന് 1932 എന്നുള്ളതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ഈഴവ മെമ്മോറിയലിൻ്റെ വർഷം തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 1896 ഈഴവ മെമ്മോറിയൽ. ഡോക്ടർ പൽപ്പു തന്നെയാണ്. അതുപോലെ മലയാള മെമ്മോറിയലിൻ്റെയും ഇയർ തെറ്റിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ബാരിസ്റ്റർ GP പിള്ള തന്നെയാണ് നേതൃത്വം നൽകിയത്. 1891. ഇനി 59-ാമത്തെ ചോദ്യം അക്കാമ ചെറിയാനെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. അപ്പോൾ അതിലെല്ലാ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ഓപ്ഷൻ D എല്ലാം ശരിയാണ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി തിരുവിതാംകൂറിലെ ജാൻസി റാണി എന്നറിയപ്പെടുന്നതും അതുപോലെ തിരുവനന്തപുരത്തെ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നതുമെല്ലാം അക്കാമ ചെറിയാനാണ്. അക്കാമ ചെറിയാൻ്റെ ആത്മകഥയാണ് ജീവിതം ഒരു സമരം എന്നുള്ളത്. ഇനി അവസാനത്തെ ചോദ്യം 60-ാമത്തെ ചോദ്യം കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളും പ്രസ്ഥാനങ്ങളും സംബന്ധിച്ച് ശരിയായ ജോഡി കണ്ടെത്തുക. അപ്പോൾ നമുക്കറിയാം വാഗ്ഭടാനന്ദൻ എന്ന് പറയുന്നത് ആത്മവിദ്യാസംഘം സ്ഥാപിച്ച വ്യക്തിയാണ്. സഹോദരൻ അയ്യപ്പൻ്റേതാണ് സഹോദര പ്രസ്ഥാനം. അതുപോലെ വൈകുണ്ഠസ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ചത്. ഇനി VT ഭട്ടതിരിപ്പാടിൻ്റേതാണ് യോഗക്ഷേമ സഭ. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ C ആണ്. അപ്പോൾ ഈ ചോദ്യപേപ്പറിൽ മുഴുവൻ GK ചോദ്യങ്ങളും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത സ്റ്റേജിലെ GK ചോദ്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് റിവൈസ് ചെയ്യുക.